ഡിസിഷൻ തിയറിയെ പറ്റിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള ലെവലിൽ അവിടെ പറഞ്ഞ കുറച്ച് 2-3 ടേംസ് കൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്ന ഔട്ട്കംസ്. ഒന്നാമത്തത്, ടു എവറി ആക്ട് ഇൻ കോമ്പിനേഷൻ വിത്ത് എവറി സ്റ്റേറ്റ് ഓഫ് നേച്ചർ ദർ ഇസ് ആൻ ഔട്ട്കം കോൺസിക്വൻസ്. ദ ഔട്ട്കം ഈസ് ഓൾസോ നോൺ ആസ് കണ്ടീഷണൽ വാല്യൂ. അപ്പോൾ അതിലൊന്നാമത്തെയാണ് ഔട്ട്കം എന്ന് പറയുന്നത്. ഓരോ ആക്ടിനും, എല്ലാ ആക്ടിനും അതിൻ്റെ ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിനനുസരിച്ച് അതിനൊരു പർട്ടിക്കുലർ ഔട്ട്കം ഉണ്ടായിരിക്കും. കോൺസിക്വൻസ് എന്ന് പറയാം. സോ ഔട്ട്കമ്മിനെ നമ്മൾ കണ്ടീഷണൽ വാല്യൂ എന്ന് പറയാം. കോൺസിക്വൻസ് എന്ന് പറയാം, കണ്ടീഷണൽ വാല്യൂ എന്ന് പറയാം. സോ ഏതൊരു, നമ്മൾ പറഞ്ഞു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ അറ്റ് എ പർട്ടിക്കുലർ ഒരു പോയിന്റിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം ഉണ്ട്. സോ ആ പ്രോബ്ലം ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് നമ്മൾ നോക്കുന്നു. അതിൽ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഏതാണെന്നുള്ളത് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ആക്ടിനും എന്തുണ്ടായിരിക്കും? ഓരോ ആക്ടിനും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഉണ്ടായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ പ്രകാരം അതിന് പർട്ടിക്കുലർ ഔട്ട്കം അല്ലെങ്കിൽ കോൺസിക്വൻസ് എന്ന് പറയും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടീഷണൽ വാല്യൂ എന്ന് പറയും. അടുത്ത് പേ ഓഫ് ആണ്. പേ ഓഫ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് ദി ഔട്ട്കം ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം വെൻ ദ ഡിസിഷൻ മേക്കർ അഡോപ്റ്റ്സ് എ പർട്ടിക്കുലർ സ്ട്രാറ്റജി അണ്ടർ എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. പേ ഓഫ് എന്ന് പറഞ്ഞാൽ റിസൾട്ട്, ദാറ്റ് പർട്ടിക്കുലർ റിസൾട്ട് ഓഫ് ദ ഡിസിഷൻ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം ആണ്. ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം. അപ്പോൾ ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ റിസൾട്ട്, അവിടെ ഡിസിഷൻ്റെ റിസൾട്ട് അത് ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ പേ ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഓപ്പർച്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ റിഗ്രറ്റ്. ആൻ ഓപ്പർച്യൂണിറ്റി ലോസ് ഇസ് ദ ലോസ് ഇൻകർഡ് ബിക്കോസ് ഓഫ് ഫെയിലിയർ ടു ടേക്ക് ദ ബെസ്റ്റ് പോസിബിൾ ആക്ഷൻ ഓർ ഡിസിഷൻ. നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്കൊരു പർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ട്. സോ ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. സോ അതിൽ നിന്നും നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ, ഒരു പക്ഷേ അതിൽ നിന്ന് ഏത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും നമ്മളെടുക്കുന്ന ഡിസിഷൻ. അപ്പോൾ ആ എടുക്കുന്ന ഡിസിഷൻ തെറ്റാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇൻകർ ചെയ്യുന്ന ലോസിനെയാണ് ഓപ്പർച്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ റിഗ്രറ്റ് എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ തിയറി പോർഷനാണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവും. അടുത്തത് പേ ഓഫ് ആൻഡ് റിഗ്രറ്റ് ടേബിളാണ്. പേ ഓഫ് ടേബിൾ ഉണ്ട്, റിഗ്രറ്റ് ടേബിൾ ഉണ്ട്. പേ ഓഫ് ടേബിൾ ഈസ് എ മെട്രിക്സ് ഫോം. ഇറ്റ് ലിസ്റ്റ് ദി ആക്ട്സ് ആൻഡ് ഇവൻറ്റ്സ്. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. എന്താണ് പേ ഓഫ് ടേബിൾ എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ മെട്രിക്സ് ആണ്. മെട്രിക്സ് ഇൻ ദ സെൻസ് ഒരു പർട്ടിക്കുലർ ബോക്സിൽ നമ്മളെന്ത് നമ്പേഴ്സ്, ആക്ട്സ്, അതുപോലെ ഇവൻറ്റ്സ് ഇത് എഴുതുന്നു. സോ അതാണ് പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞത്. അടുത്തത് റിഗ്രറ്റ് ടേബിൾ. സിമിലർലി റിഗ്രറ്റ് ടേബിൾ ഈസ് എ മെട്രിക് ഷോയിങ് ഓപ്പർച്യൂണിറ്റി ലോസ് ഫോർ ഈച്ച് ആക്ട് അണ്ടർ എ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ഓരോ പർട്ടിക്കുലർ ആക്ടിനും ഉള്ള കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനുള്ള ഓപ്പർച്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ റിഗ്രറ്റ് അത് കാണിക്കുന്നതാണ് റിഗ്രറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ. സോ സിംപ്ലി പേ ഓഫ് ആൻഡ് റിഗ്രറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ പേ ഓഫ് ടേബിൾ കാണിക്കുന്നത് പേ ഓഫ് ആണ്, റിസൾട്ട് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം. റിഗ്രറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് ആണ്, ഒരു പർട്ടിക്കുലർ ഡിസിഷൻ്റെ ലോസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം. ഓക്കെ, നെക്സ്റ്റ് ഇസ് പേ ഓഫ് ആൻഡ് റിഗ്രറ്റ് ടേബിൾ. പേ ഓഫ് ടേബിൾ എന്താണ്, റിഗ്രറ്റ് ടേബിൾ എന്താണ്? പേ ഓഫ് ടേബിൾ നമ്മളൊരു മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ടുണ്ട്. സോ ഇത് A1, A2, A3 3 ആക്സ് ആണ്. ആക്സ് എന്ന് പറയാൻ വേണമെങ്കിൽ S1, S2, S3 അത് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഒരു പർട്ടിക്കുലർ ആൾ, ഇപ്പം സപ്പോസ് എ ആണ്. എ എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ സെലക്ട് ചെയ്യുന്നത് A1 എന്ന് പറയുന്ന ഡിസിഷൻ ആണെങ്കിൽ
അല്ലെങ്കിൽ അയാൾ ചെയ്യാൻ പോകുന്ന ആക്ട് എന്ന് പറയുന്ന A1 ആണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ S1 ആണ്. സോ അത് പ്രകാരം അയാൾക്ക് കിട്ടുന്ന അയാളുടെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി സപ്പോസ് അയാൾ A2 ആണ് എടുക്കുന്നത് അണ്ടർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ S2. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഗെയിൻ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇനി സപ്പോസ് അയാൾ A3 എന്ന് പറയുന്ന ആക്റ്റാണ് എടുക്കുന്നതെങ്കിൽ അയാളുടെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ A3യിൽ S3 ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഗെയിൻ എന്ന് പറയുന്നത് 20 ആണ്. സോ ഇങ്ങനെ വേണം നമ്മൾ ഇത് നോക്കാനായിട്ട്. ഓക്കെ, ഇതാണ് പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ. അപ്പം റിഗ്രറ്റ് ടേബിൾ ആണെങ്കിലും സെയിം ആണ്, പക്ഷേ അത് കാണിക്കുന്നത് ലോസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ A1 A2 A3 ആക്സ് വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ അതാണ് S1 S2 S3 എന്നുള്ളത്. അപ്പം അയാൾ A1 എന്ന് പറയുന്ന ആക്ട് അതിൻ്റെ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് നേച്ചറാണ് S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ആ ഒരു പർട്ടിക്കുലർ ആൾട്ടർനേറ്റീവാണ് ഇയാൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാളുടെ ലോസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഓക്കെ, ഇനി അയാൾ A3 എന്ന് പറയുന്ന ആക്ട് അതിൻ്റെ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ S2 ആണ്. സോ അയാൾക്ക് ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇതിന്ന് എങ്ങനെ പേ ഓഫ് ടേബിളിൽ നിന്ന് റിഗ്രറ്റ് ടേബിൾ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നുള്ളതും കൂടി പറയാം. നമ്മൾ ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചർ നോക്കിയില്ല, ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറും ഇവിടെ S1ൻ്റെ പേ ഓഫ് ടേബിളിൽ 2 3 10 ആണ്, റൈറ്റ്. അതുപോലെ ഇതിൽ 0 5 15 ആണ്, ദെൻ -2 8 20. ഓക്കെ, സോ നമുക്ക് ഇതിൽ പേ ഓഫ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഗെയിനാണ് പറയുന്നത്. സോ നമ്മൾ ഓരോ റോയും നോക്കുക. ഓരോ റോയിലെയും പേ ഓഫ് ടേബിളിൽ നിന്ന് എങ്ങനെയാണ് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പേ ഓഫ് ടേബിളിൽ ഓരോ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ നോക്കുക. S1 ഇപ്പോൾ ആദ്യത്തെ റോയിൽ ഇതിലെ ഏറ്റവും ടോപ്പ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. സോ 10 ആണ് അയാൾക്ക് ഏറ്റവും ഗെയിൻ കിട്ടുന്നത്. അപ്പോൾ ആ 10ൽ നിന്നും നമ്മൾ ബാക്കിയുള്ള ആൾട്ടർനേറ്റീവ്സിൻ്റെ ഔട്ട്കം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിഗ്രറ്റ് ടേബിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അയാൾക്ക് മാക്സിമം ഗെയിൻ A3യിൽ S1 സെലക്ട് ചെയ്യുമ്പോഴാണ്. സോ 10 ആണ് ഗെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10 - 2 8. സോ ഇതാണ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് വരിക, റിഗ്രറ്റ് ടേബിൾ. ഓക്കെ, ദെൻ 10 - 3 7, ദെൻ 10 - 10 0. സോ ആക്ച്വലി ഇയാൾക്ക് ഈ A3 എന്ന് പറയുന്ന ഒരു ആക്ട് അതിൻ്റെ പോസിബിൾ ഔട്ട്കം S1 ആണ്. സോ A3 ആണ് അയാൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ആ A3യിൽ S1 എടുത്തു കഴിഞ്ഞാൽ അതിൽ മാക്സിമം 10 ആണ് ഫസ്റ്റ് റോയിൽ. അപ്പോൾ അതിൽ റിഗ്രറ്റ് എന്ന് പറയുന്നത് അയാൾക്ക് 0 ആയിരിക്കും, ആക്ച്വലി ലോസ് ഇല്ല എന്നുള്ളതാണ്. സോ ഇതിൽ ഫസ്റ്റ് റോയിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് A3 S1 ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് രണ്ടാമത്തെ റോയിൽ അഗൈൻ 15 ആണ് മാക്സിമം വാല്യൂ. ഈ 15 ബേസ് ചെയ്തുകൊണ്ട് ഈ റോയിലെ റിഗ്രറ്റ് ടേബിൾ അല്ലെങ്കിൽ റിഗ്രറ്റ് ടേബിളിലെ എലമെൻറ്റ്സ് നമുക്ക് പറയാം. 15 -0 15 15 - 5 10 15 - 15 0. ഓക്കെ, ദെൻ ഇതിൽ ഏറ്റവും വലിയ ഗെയിൻ എന്ന് പറയുന്നത് 20 ആണ്, ദെൻ A3 S3. ഓക്കെ, അപ്പോൾ ഈ 20 ബേസ് ചെയ്തുകൊണ്ട് തേർഡ് റോയിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 20 ആണ് മാക്സിമം വാല്യൂ. 20 - -2. സോ 20 - -2 എന്ന് പറയുന്നത് 20 + 2 22 ആയിരിക്കും. ദെൻ 20 - 8 12 ആണ്. 20 - 20 വിൽ ബി 0. സോ ഇങ്ങനെയാണ് റിഗ്രറ്റ് ടേബിൾ, പേ ഓഫ് ടേബിൾ വന്നു കഴിഞ്ഞാൽ റിഗ്രറ്റ് ടേബിൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, പേ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ്റെ ഗെയിൻ അത് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പേ ഓഫ് ടേബിൾ. റിഗ്രറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ അതേ പർട്ടിക്കുലർ ഡിസിഷൻസിൻ്റെ തന്നെ ലോസ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഓക്കെ, ഇതാണ് പേ ഓഫ് ടേബിളും റിഗ്രറ്റ് ടേബിളും. ഇനി ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ആണ്. ഇനി ഏതൊക്കെയാണ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് എന്നും കൂടി പറയാം.
ഇതിൽ കുറച്ചധികം സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി മാത്രമാണ് പഠിക്കാനുള്ളത്. ഇവിടെ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി ഈ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഡിസിഷൻ മേക്കർ നോസ് വിത്ത് സർട്ടനിറ്റി ദ കോൺസിക്വൻസ് ഓഫ് എവറി ഓൾട്ടർനേറ്റീവ് ഓർ ഡിസിഷൻ ചോയ്സ്. ദ ഡിസിഷൻ മേക്കർ പ്രസ്യൂംസ് ദാറ്റ് ഓൺലി വൺ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഈസ് റെലവൻറ്റ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആരോ ആയിക്കോട്ടെ, അവിടെ ആക്ട് ചെയ്യുന്ന ആരോ ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് എ ബിസിനസ് മാൻ, ഒരു സാധാരണക്കാരൻ ആരായിക്കോട്ടെ, ഇപ്പോൾ സപ്പോസ് ബിസിനസ് മാൻ ആണെന്ന് വിചാരിക്കാം. അയാൾക്കൊരു പർട്ടിക്കുലർ ബിസിനസ് പ്രോബ്ലം ഉണ്ട്. ആ ബിസിനസ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് 4-5 ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് അയാളുടെ കയ്യിലുണ്ട്. ആ 4-5 ഓപ്ഷൻ അയാളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ അത് സോൾവ് ചെയ്യാൻ പറ്റും. ആ സോൾവ് ചെയ്യുന്നതിലുള്ള റിസ്ക് ഫാക്ടർ ഓരോന്നിൻ്റെ എക്സാക്റ്റ് അയാൾക്കറിയാം. അതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനുള്ള ഒരു 4-5 സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഓരോ സൊല്യൂഷൻ്റെയും അല്ലെങ്കിൽ ഓരോ സൊല്യൂഷൻ കിട്ടാനുള്ള ആ ഒരു പർട്ടിക്കുലർ വേ അതുവഴി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ റിസ്ക് ആണെന്നുള്ളത് നമുക്കറിയാം. അതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഔട്ട്കം എന്താണെന്നുള്ള എക്സാക്റ്റ് അറിയാം, അതിൻ്റെ പോസിബിൾ റിസ്ക് എന്താണെന്ന് അറിയാം. സോ നമുക്ക് ഈസി ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓരോ ഓപ്ഷൻ്റെയും എക്സാക്റ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം. സോ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ കിട്ടുന്നു എന്നുള്ളതാണ്. സോ ഇതിൽ വരുന്ന 4 കണ്ടീഷൻസാണ്. ഒന്ന് മാക്സി മാക്സ് ക്രൈറ്റീരിയ, ദെൻ മിനി മാക്സ്, ദെൻ മാക്സി മിൻ, ദെൻ ലാപ്ലേസ്, ഈക്വലി ലൈക്ലിഹുഡ് എന്ന് പറയും, ഹർവിക്സ് ആൽഫ. ഈ ലാപ്ലേസും ഹർവിക്സ് ആൽഫയൊക്കെ അത് ഇൻവെൻറ്റ് ചെയ്ത ആൾക്കാരുടെ പേരിലാണ് പറയപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് മാക്സി മാക്സ് ക്രൈറ്റീരിയ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇതൊക്കെ സാധാരണ എക്സാമിന് ചോദിക്കാറുള്ള സാധനമാണ്. മാക്സി മാക്സ് ക്രൈറ്റീരിയ, പേ ഓഫ് ടേബിൾ. ഓക്കെ, ഡിസിഷൻസ് ഉണ്ട് A1, A2, A3, സ്റ്റേറ്റ് ഓഫ് നേച്ചർ S1, S2, S3 എന്നുണ്ട്. ഓക്കെ, ഇനി ഓരോന്നിൻ്റെയും ഇത് പേ ഓഫ് ടേബിൾ ആണല്ലോ. പേ ഓഫ് അതായത് പ്രോബബ്ലി ഗെയിൻ ആയിരിക്കും ഇതിൽ തന്നിട്ടുണ്ടാവും. അപ്പം A1 എന്നുള്ള ഈ A1ൻ്റെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ S1 ആണ്. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 220 ആണ്. A2 എന്ന് പറയുന്ന ഡിസിഷൻ്റെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ S1 ആണ്, അതിൻ്റെ ഗെയിൻ 180 ആണ്. A3 S1 100 ആണ്. A1 S2 160, A2 S2 190, A3 S2 180, then A1 S3 140, A2 S3 170, A3 S3 200. ഓക്കെ, ഇനി ആസ് പെർ മാക്സി മാക്സ് ക്രൈറ്റീരിയ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം? അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് മാക്സി മാക്സ്. അപ്പോൾ ഇങ്ങനെ ഒരു പേ ഓഫ് ടേബിൾ എന്നിട്ട് നമ്മളോട് പറയും എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ പേര് തന്നെ ഉണ്ട് മാക്സി മാക്സ് ക്രൈറ്റീരിയ, മാക്സിമം പേ ഓഫ്സ് അണ്ടർ ഈച്ച് ഡിസിഷൻ നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം A1ൽ ഏതാണ് മാക്സിമം? A1ലെ മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്? 220 ആണ് അല്ലേ. A2ലെ മാക്സിമം ഗെയിൻ എന്ന് പറയുന്നത് 190 ആണ്. A3ലെ മാക്സിമം എന്ന് പറയുന്നത് 200 ആണ് അല്ലേ. സോ നമ്മൾ ഓരോ ഡിസിഷനെയും ഓരോ കോളത്തിലെയും മാക്സിമം വാല്യൂ എടുത്തു. ഇനി മാക്സി മാക്സ് ക്രൈറ്റീരിയ ആണ്. അപ്പം മാക്സിമം ഓരോ കോളത്തിൻ്റെ ഓരോ ഡിസിഷൻ്റെയും മാക്സിമം ഗെയിൻ നമുക്കറിയാം, അതിലേറ്റവും മാക്സിമം. അതാണ് മാക്സി മാക്സ് ക്രൈറ്റീരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം A1ൽ 220, ദെൻ A2ൽ 190, A3ൽ 200. അതൊക്കെയാണ് ഓരോ ഡിസിഷൻ്റെയും ബെസ്റ്റ് ഔട്ട്കം എന്ന് പറയുന്നത്. അതിലേറ്റവും ബെസ്റ്റ് ഏതാണ്? ഇവിടെ നോക്കാം, 220, 190, 200, റൈറ്റ്. സോ ദ മാക്സിമം ഓഫ് ദീസ് 3 മാക്സിമം ഇസ് 220, റൈറ്റ്. അപ്പം 220, 190, 200. അതിലേറ്റവും മാക്സിമം ഏതാ? 220 ആണ്. സോ നമ്മൾ എടുക്കേണ്ടത് A1 എന്ന് പറയുന്ന ഡിസിഷനാണ്. A1, റൈറ്റ്. കാരണം ഇതിൽ മൊത്തത്തിൽ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ്റെ ഡിഫറെൻ്റ് ഓപ്ഷൻസ്, ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും മാക്സിമം ഗെയിൻ ഏതാണ് എന്നുള്ളതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ആ ഗെയിൻ നോക്കിയിട്ട് ഏത് ഡിസിഷൻ നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മാക്സിമം വാല്യൂ ഓരോ ഡിസിഷൻ്റെയും ഗെയിൻ, മാക്സിമം ഗെയിൻ കണ്ടു.
അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? സോ ദിസ് ഇസ് 220. ഓക്കെ, അപ്പോൾ ഇതിൽ മാക്സിമം എന്ന് പറയുന്നത് മാക്സിമം ഇസ് 220 വിച്ച് റിലേറ്റ്സ് ടു A1. A1 ആണ്, റൈറ്റ്? A1 ആണ് 220. അക്കോർഡിംഗ് ടു ദിസ് ക്രൈറ്റീരിയ ദ ഡിസിഷൻ ഈസ് ടു ചൂസ് A1. സോ അപ്പോൾ നമ്മൾ A1 എന്ന് പറയുന്ന ഡിസിഷനാണ് എടുക്കേണ്ടത്. സോ ഇങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുക. അക്കോർഡിംഗ് ടു മാക്സിമൈസ് ക്രൈറ്റീരിയ ഇതുപോലെ ഒരു പേ ഓഫ് ടേബിൾ തരും. അതിന് മാക്സിമൈസ് ക്രൈറ്റീരിയ വെച്ചിട്ട് ഏത് ഡിസിഷൻ എടുക്കണം നോക്കും. അപ്പോൾ ഒന്നുമില്ല, തന്നിട്ടുള്ള ടേബിളിൽ ഡിസിഷൻസ് നോക്കുക, ഡിസിഷൻസിൽ മാക്സിമം വാല്യൂ എടുക്കുക, അതിൽ മാക്സിമം എടുക്കുക. സോ അതാണ് മാക്സിമൈസ് ക്രൈറ്റീരിയ. ഓക്കെ, ഇനി രണ്ടാമത്തത് മിനിമാക്സ് ക്രൈറ്റീരിയ. ഓക്കെ, മിനിമാക്സ് ക്രൈറ്റീരിയ. The application of minimax criteria requires a table of losses instead of gains. ഓക്കെ, അപ്പം മിനിമാക്സ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ മാക്സിമാക്സ് പറഞ്ഞു, ഇനി രണ്ടാമത്തെയാണ് മിനിമാക്സ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് തന്നെ ഉണ്ട്, ഓരോ ഡിസിഷൻ്റെയും മിനിമം എടുക്കുക, അതിൽ മാക്സിമം എടുക്കുക. ഒറ്റ വ്യത്യാസമുള്ളൂ, നമുക്ക് റിഗ്രറ്റ് ടേബിൾ അല്ലെങ്കിൽ ലോസ് ടേബിളാണ് തന്നിട്ടുണ്ടാവുക. അല്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ പേ ഓഫ് ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് റിഗ്രറ്റ് ടേബിൾ കാണണം, എന്നിട്ടാണ് മിനിമാക്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റിഗ്രറ്റ് ടേബിൾ കാണുക എന്നുള്ളത്, റിഗ്രറ്റ് ടേബിൾ വാല്യൂസ് കാണുക എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് തൊട്ട് മുന്നേ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിലിപ്പം ലോസ് ടേബിൾ തന്നെയാണ് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. സോ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ വന്നിട്ടുണ്ട്, ഡിസിഷൻസ് A1 A2 A3 S1 S2 S3. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നത് മിനിമാക്സ് ആണ്. ആ എഴുത്തുന്നുണ്ട്, ഓരോ ഡിസിഷൻ്റെയും മിനിമം എടുക്കുക, അതിൻ്റെ മാക്സിമം എടുക്കുക. അപ്പം ഓക്കെ, ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു ലോജിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ മാക്സിമത്തിൽ മാക്സിമം, ഇവിടെ മിനിമാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിഗ്രറ്റ് ടേബിളാണ് എടുക്കുന്നത്. റിഗ്രറ്റ് ടേബിൾ എന്ന് പറയുമ്പോൾ ഓരോ പർട്ടിക്കുലർ ഡിസിഷൻ്റെയും ലോസ്. അപ്പം ലോസ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലോസ് നമുക്ക് മിനിമൈസ് ചെയ്യാണ് വേണ്ടത്. ടു മിനിമൈസ് ലോസ് മസ്റ്റ് ബി മിനിമൈസ്, റൈറ്റ്? അപ്പം നമുക്ക് വേണ്ടത് മിനിമാക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ലോസാണ് ഈ ടേബിൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഡിസിഷൻ്റെയും മാക്സിമം ലോസ് എടുക്കുക. മാക്സിമം ലോസ് ഓരോന്നിനെ കണ്ടതിന് ശേഷം അതിൽ മിനിമം ലോസ് ഏതാണെന്ന് എടുക്കുക. ഓക്കെ, കാരണം ഇതെന്താണ്? റിഗ്രറ്റ് ടേബിളാണ്, അതായത് ലോസ് കാണിക്കുന്നതാണ്. ഓരോ ഡിസിഷൻ്റെയും ലോസാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? ലോസ് മിനിമൈസ് ചെയ്യാണല്ലോ വേണ്ടത്, ലോസ് മാക്സിമൈസ് ചെയ്യല്ല വേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ ഡിസിഷൻ്റെയും മാക്സിമം ലോസ് നോക്കുക, അതിൽ ഏറ്റവും മിനിമം ആണ് എടുക്കേണ്ടത്. അപ്പോഴാണ് ലോസ് മിനിമൈസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ലോസ് ഇൻകേർഡ് ബൈ വാരിയസ് ഡിസിഷൻസ്. A1ൻ്റെ മാക്സിമം എത്രയാണ്? 18 ആണ്. A2 എന്ന് പറഞ്ഞ ഡിസിഷൻ്റെ മാക്സിമം 14 ആണ്. A3യുടെ അഗൈൻ സപ്പോസ് ദിസ് ഇസ് 18 ആണ്. A3യുടെയും 18 ആണ്. ഓക്കെ, അപ്പം 3 നമുക്ക് വാല്യൂസ് കിട്ടി, A1 A2 A3. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ മിനിമം ലോസ് ഏതാണ്? ഇതൊക്കെ ഓരോ ഡിസിഷൻ്റെയും മാക്സിമം ലോസ് ആണ്. നമുക്ക് വേണ്ടത് ഇത് മിനിമം ലോസ് എടുക്കുക. സോ എന്താണ്? ഓക്കെ, അപ്പം ആൻഡ് ദ മിനിമം എമംഗ് ദീസ് 3 മാക്സിമം ഈസ് ഏതാ? നമുക്ക് കിട്ടുന്നത് 14 ആണല്ലേ? 14 വിച്ച് ഈസ് ഫോർ A2. സോ ഹി മസ്റ്റ്, സോ കണ്ടോ A2ലാണ് 18 14 18, ഇതിൽ മിനിമം ഏതാണ്? A2 ആണ്. സോ ഹി മസ്റ്റ് ടേക്ക് ദ ഡിസിഷൻ ഫോർ A2. ഓക്കെ, ഇത് വളരെ ഈസിയാണ്. എക്സാമിന് ചിലപ്പം
ചോദിക്കാറുണ്ട്, ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മിനി മാക്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, പേ ഓഫ് ടേബിൾ അല്ല, റിഗ്രറ്റ് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. റിഗ്രറ്റ് ടേബിളിൽ മിനി മാക്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം റിഗ്രറ്റ് ടേബിളിൽ ഓരോ ഡിസിഷൻ്റെയും മാക്സിമം എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് മിനിമം വാല്യൂ എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മിനി മാക്സിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്. അടുത്തത് മാക്സിമിൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാക്സിമിൻ ഡിസിഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ ക്രൈറ്റീരിയ ഓഫ് പെസിമിസം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ആ പേര് തന്നെ ഉണ്ട്, മാക്സിമിൻ ഡിസിഷൻ. അഗൈൻ പേ ഓഫ് ടേബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട് ഓരോ ഡിസിഷൻ തന്നിട്ടുണ്ടല്ലേ, A1 A2 A3 തന്നിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ വന്നിട്ടുണ്ട്, പിന്നെ പേ ഓഫ്. ഓക്കെ, അപ്പം നമുക്ക് ഈ മാക്സിമിൻ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം മിനിമം കാണാം. മിനിമം ഏതാണെന്ന് നോക്കുക, അതിൽ മാക്സിമം എടുക്കുക. ലോജിക്ക് മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ മിനിമാക്സ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇത് ആദ്യം മാക്സിമം കണ്ടു, എന്നിട്ട് അതിന് മിനിമം കണ്ടു. ഇവിടെ മാക്സിമിനാണ്, അപ്പം ആദ്യം മിനിമം കാണാം. മിനിമം ഓരോ ഡിസിഷനിലും മിനിമം ഏതാണെന്ന് നോക്കുക. അപ്പം A1ൻ്റെ മിനിമം പേ ഓഫ്, A1ൻ്റെ മിനിമം പേ ഓഫ് എത്ര? A1ൻ്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ -80, റൈറ്റ്. അതുപോലെ A2ൻ്റെ മിനിമം വാല്യൂ -60 ആണ്. A3യുടെ മിനിമം വാല്യൂ -20 ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ മിനിമം എടുത്തു, ഓരോ ഡിസിഷനും മിനിമം എടുത്തു. അതിൽ മാക്സിമം ഏതാണ്? -80, -80, -60, -20. അതിൽ മാക്സിമം -20 ആണ്. So the act A3 is to be undertaken according to this criterion because it is the maximum among minima. മിനിമം വാല്യൂസിൽ മാക്സിമം ഏതാണ്? സോ അതാണ് മാക്സിമിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മൾ റിഗ്രറ്റ് ടേബിൾ കാണുമ്പോൾ, അതായത് മിനി മാക്സ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, റിഗ്രറ്റ് ടേബിൾ കാണാം. ബാക്കിയൊക്കെ നമ്മൾ പേ ഓഫ് ടേബിൾ വെച്ചിട്ട് തന്നെയാണ് വാല്യൂ കാണുന്നത്. പിന്നെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്. അതിപ്പം മാക്സിമം എന്ന് പറഞ്ഞാൽ ആദ്യമേ മിനിമം കാണണം, എന്നിട്ട് മാക്സിമം കാണണം. ഓക്കെ, ഇനി മിനി മാക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം മാക്സിമം കാണുക, എന്നിട്ട് അതിൻ്റെ മിനിമം കാണും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ.